മുൻകരുതലുണ്ടായിരുന്നെങ്കിൽ ഇത്രയും ആളുകൾ അവിടെ നമുക്ക് നഷ്ടപ്പെടുകയില്ലായിരുന്നു. നമ്മൾ തന്നെ കുറ്റം പറഞ്ഞാൽ മതി. കാരണം വെച്ചാൽ ഇല്ലാണ്ട് റിസോർട്ടും കാര്യങ്ങളെല്ലാം മലയുടെ മേലയിൽ വെച്ചിരിക്കുന്നത്. അത് നമ്മൾ അനിയന്ത്രിതമായിട്ടുള്ള പ്രകൃതിയോടുള്ള ഉപദ്രവങ്ങളാണ്. പിന്നെ നമ്മുടെ സർക്കാരിൻ്റെ കുറച്ച് ഉദാസീനത ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയണ്ട. കേരളക്കരയാകെ ഒറ്റ രാത്രി കൊണ്ട് ഞെട്ടിച്ച മഹാദുരന്തത്തിൽ മരണം 360 കടന്നിരിക്കുന്നു. 200-ലധികം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. വയനാട്ടിലെ ഈ ഉരുളുപൊട്ടൽ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി മാറാനുള്ള കാരണക്കാർ ആരാണ്? അല്ലെങ്കിൽ എന്ത് കാരണത്താലാണ് ഇത്രയും വലിയൊരു ദുരന്തമായി ഇത് മാറിയത്? പല അഭിപ്രായങ്ങളാണ് എല്ലാ ഭാഗത്തു നിന്നും ഉയരുന്നത്. നമുക്കെന്തായാലും ജനങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചറിയാം അവരുടെ അഭിപ്രായം. അതായത് ഇപ്പോൾ പ്രകൃതിയുടെ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ തന്നെ കുറ്റം പറഞ്ഞാൽ മതി. കാരണം വെച്ചാൽ ഇല്ലാണ്ട് റിസോർട്ടും കാര്യങ്ങളെല്ലാം മലയുടെ മേലയിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള പ്രകൃതിയുടെ ആ ദോഷങ്ങൾ വരുന്നതുകൊണ്ടാണ് ഈ അപകടം വന്നേക്കുന്നത്. ഇതുകൊണ്ട് വയ്ക്കുന്ന അനധികമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് തന്നെ ഉള്ള ബിൽഡിങ്ങും പണ്ടാരൊക്കെ മലഞ്ചെരുവിലൊക്കെ കൊണ്ട് പണിയണല്ലേ, അതൊക്കെ ഇടിച്ചു പൊളിച്ചല്ലേ ഈ പണിയണത്. അപ്പോൾ പ്രകൃതിക്ഷോഭമൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണത്. അതിപ്പോൾ ഇത് ഒരു വേറെ ശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അയാൾ പറഞ്ഞത് കറക്റ്റ് തന്നെയാണത്. സർക്കാർ അനുമതി കൊടുക്കണമല്ല, കാശ് കൊടുക്കുമ്പോൾ പണിത് തോന്നും. അതൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ അനിയന്ത്രിതമായിട്ടുള്ള പ്രകൃതിയോടുള്ള ഉപദ്രവങ്ങളാണ്. പിന്നെ അത് രണ്ടാമത്തെ കാര്യം, മുന്നറിയിപ്പുകളൊന്നും വകവയ്ക്കുന്നില്ല. ഇപ്പോൾ തന്നെ കാട്ടാന വരെ ഇറങ്ങി അതിൻ്റെ അടയാളങ്ങൾ കാണിച്ചായിരുന്നു. ഇഷ്ടംപോലെ കാട്ടാനകൾ ഇറങ്ങി അടയാളങ്ങൾ കാണിച്ചു. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്തില്ല. അവിടെ താമസക്കാരും അത് ശ്രദ്ധിച്ചില്ല. ചില ആൾക്കാർക്കറിയാം. മണ്ണൊക്കെ എടുക്കുന്നതുകൊണ്ട്, ആവശ്യമില്ലാതെ മണ്ണൊക്കെ എടുക്കുന്നതുകൊണ്ട്, പിന്നെന്തോ കോറിയുടെ പ്രവർത്തനം മര്യാദ. അതായത് നമ്മളതിനെ സൂക്ഷിച്ചാൽ നമുക്ക് തന്നെ നല്ലത്. കാരണം അത്ര കാടെന്ന് പറഞ്ഞാൽ അത് അവർക്കുള്ള കാടിലെ മൃഗങ്ങൾക്ക് അവർക്കുള്ള ആണ്. പക്ഷേ അത് മനുഷ്യന്മാർ ചെന്ന് അവിടെ കയ്യേറി ചെന്ന് അതിനുള്ള ദുരന്തങ്ങൾ ഉണ്ടാക്കിയത് നമ്മൾ തന്നെയാണ്. അതിൽ കുറ്റം നമ്മൾ പറഞ്ഞാൽ മതി, അതിൽ വേറെ കുറ്റം പറയാനില്ല. രോഗം ഉണ്ടായത് പ്രകൃതിയുടെ ഇതുകൊണ്ടാണ്. പ്രകൃതിയിൽ നമുക്ക് നേരത്തെ പലരും പ്രവചിച്ചിട്ടുണ്ട് ഭൂമികുലുക്കം പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവും. അത് വയനാട്, ഇടുക്കി എന്ന സ്ഥലങ്ങളിലൊക്കെ അതിന് പ്രാധാന്യം ഉള്ളതാണ്. അപ്പോൾ അതിന് നേരത്തെ മുൻകരുതൽ ഉണ്ടായില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു അഭിപ്രായം. മുൻകരുതൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ആളുകൾ അവിടെ നമുക്ക് നഷ്ടപ്പെടുകയില്ലായിരുന്നു. അപ്പോൾ ആ ദുരന്തത്തിൽ നമുക്ക് വളരെ വേദനയുണ്ട്. ആ ദുരന്തത്തിൻ്റെ അവസ്ഥ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. മുൻകൂട്ടി ഇത് വരാതിരിക്കാൻ അതിനുള്ള പരിപാടികൾ ഉണ്ടായിരിക്കണമെന്നാണ് എനിക്ക് പറയാം. പിന്നെ നമ്മുടെ സർക്കാരിൻ്റെ കുറച്ച് ഉദാസീനത ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയണ്ട. നേരത്തെ തൊട്ട് അവിടെ എപ്പോഴും പ്രശ്നമുള്ള സ്ഥലങ്ങളാണ്. ആ സ്ഥലത്ത് പരിഗണിക്കണ്ടേ. നമ്മൾ പ്രകൃതിനെ സ്നേഹിച്ചിട്ടില്ല, പ്രകൃതിയുടെ നശിപ്പിച്ചു നമ്മൾ, അതുകൊണ്ടുണ്ടായതാണ്. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ഈ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇത്രയും വികസനമുണ്ടായിട്ടും നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്ര ഒരു വലിയ ദുരന്തം നമുക്ക് വളരെ വേദനാജനകമാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ ഇനി നമ്മൾ നോക്കി വെച്ച് കണ്ട് ചെയ്തിരിക്കണം. ഇത് നേരത്തെ പി.ടി. തോമസ് പറയുകയുണ്ടായി ഇതിനെപ്പറ്റി. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ പുള്ളി മരിച്ചെങ്കിലും ഇന്ന് പുള്ളിയുടെ ആ ഒരു ഓർമ്മ എല്ലാവരിലേക്കും എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആ പ്രദേശങ്ങളിൽ സ്വല്പം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സ്ഥലമാണത്. പ്രകൃതിനെ ഇളക്കരുത്, ശാന്തമായിട്ട് വിടാൻ അനുവാദം കൊടുക്കും. അല്ലാണ്ട് സ്ഥലത്ത് പോയി പണിയിട്ട് ഇതിപ്പോൾ അവിടെയൊക്കെ എന്തിനാണ് അങ്ങനെ കൊണ്ട് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കള്ളപ്പണക്കാരെല്ലാം ചെയ്തു കൂട്ടറ. ഉള്ള കല്ലുകൾ മുഴുവൻ കൊണ്ട് പൊട്ടിച്ച് പണ്ടാറുടക്കി പണിയണത്. അത് തന്നെയാണ് സംഭവം. നമ്മൾ നോക്കി എത്രയൊക്കെ പ്രകൃതി ദുരന്തം വന്നാലും ഒരു ആദിവാസി മരിച്ചിട്ടുണ്ടോ? എന്താ, അവർക്കൊക്കെ ആ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നതിൻ്റെ അറിവുകളുണ്ട്. നമ്മുടെ വിചാരം നമുക്കൊക്കെ ആ അറിവെന്ന്, അവർക്ക് അറിവില്ലെന്നാണ്. അവർക്ക് പ്രകൃതിയെക്കുറിച്ച് നല്ല അറിവുണ്ട്, നമുക്കൊന്നും അറിയില്ല. നമ്മൾ അറിവുള്ളവരാണെന്നും പറഞ്ഞ് അല്പവിജ്ഞാനികളായിട്ട് നടക്കുകയാണ്. അതാണ് ഇതൊക്കെ ഒരു. പിന്നെ സമയാസമയങ്ങളിൽ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് അതിനേക്കാട്ടി വലിയ ദുരന്തം വരാൻ പോവുക. അതൊരു മുന്നറിയിപ്പാണ്. ഇപ്പം നമുക്ക് മുല്ലപ്പെരിയാർ 140 വർഷത്തിന് വേണ്ടി പഴക്കമുണ്ട്. ലോകത്തിലുള്ള സർവ്വ ആൾക്കാരും ഇതിനെക്കുറിച്ചൊക്കെ അറിയിപ്പ് തരുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ മാത്രം അതിനെക്കുറിച്ച് വലിയ ചൂടൊന്നുമില്ല. ആ ഒരു ഡിസാസ്റ്റർ ഉണ്ടാവുകയാണെങ്കിൽ എത്ര ലക്ഷം, 35-40 ലക്ഷം ജനങ്ങൾ ഇടുക്കി
കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ പകുതി, കൊല്ലം പകുതി ഇത്രയും സാധനം അപ്പാടെ തുടച്ചു നിൽക്കും. ഇവിടെ ഒരു പഞ്ചായത്തിൻ്റെ ഒരു ഭാഗം പോയിട്ട് രക്ഷിക്കാനായിട്ട് നേവി മിലിറ്ററിക്കാർ വന്നിട്ട് പോലും എന്ത് കഷ്ടപ്പെട്ടു. ഇതെല്ലാം അമേരിക്കൻ മിലിറ്ററിയോ റഷ്യൻ മിലിറ്ററിയോ വന്നാൽ പോലും ഒരു രക്ഷ കാണുന്നില്ല. അതിന് വേണ്ട മുൻകരുതൽ വേണ്ടപ്പെട്ട അധികാരികൾ എടുത്താൽ അത് നല്ലതായിരിക്കാം. നമ്മുടെ ഈ ജില്ലകളിൽ താമസിക്കുന്ന വലിയ വലിയ നേതാക്കന്മാരും അധികാരികളൊക്കെ വേറെയുണ്ട്. അവർക്കും ഇത് ബാധകമാണ്. പക്ഷേ അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. വ്യക്തിപരമായോ അദ്ദേഹം പാർട്ടിപരമായോ ഒക്കെ നേട്ടമാണോ എന്നും അറിയത്തില്ല. ഇതൊക്കെയാണ് വരുന്നത്.